ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ ഡയറക്ടർ ജനറലും പറവൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന കെ കൃഷ്ണനുണ്ണിയുടെ സ്മരണാർത്ഥം കൃഷ്ണനുണ്ണി മെമ്മോറിയൽ ട്രസ്റ്റ് നൽകിയ 4ാമത് വിദ്യാഭ്യാസ അവാർഡ് 10ാം ക്ലാസ് വിദ്യാർത്ഥി എസ് ജീവൻ കരസ്ഥമാക്കി. വാർഡ് കൗൺസിലർ ഇ ജി ശശി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു, ലളിത കൃഷ്ണനുണ്ണി, കെ ദാക്ഷായണി, SMC ചെയർമാൻ എം ജെ വിനോ, ട്രസ്റ്റ് പ്രതിനിധികളായ ഡൽഹി IIT മുൻ പ്രൊഫസർ നരേഷ് പന്ത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മറൈൻ ബയോളജി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ മുഹമ്മദ് ഫാത്ത, അന്റാർട്ടിക് സെൻറ്റർ മുൻ ഡയറക്ടർമാരായ ഡോക്ടർ രസിക രവീന്ദ്ര, ഡോക്ടർ ജാവേദ് ബെയ്ഗ്, പ്രധാന അധ്യാപിക AS സിനി, നഗരസഭ മുൻ ചെയർമാൻ രമേഷ് ഡി കുറുപ്പ്, അധ്യാപിക M K മിനി എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ NM പിയേഴ്സൺ, കെ നാരായണൻ അനുസ്മരണ പ്രസംഗം നടത്തി. കുട്ടികൾക്കായുള്ള അന്റാർട്ടിക് പ്രസന്റേഷൻ ക്ലാസും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ചാണ്, ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുമാണ് ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തുന്നത്. ഇങ്ങനെ ഈ സ്കൂളിലെ ഒരു ഏറ്റവും ഞാൻ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പഴയ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ, ഇപ്പോഴത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ സ്കൂളിൽ നിന്നും എത്രയോ പ്രഗത്ഭരാണ് പഠിച്ചു പോയിട്ടുള്ളത്. ഇപ്പോൾ ജിയോളജിക്കൽ സർവേയുടെ ഡയറക്ടർ ജനറൽ ഉൾപ്പെടെ എത്രയോ ഡോക്ടർമാർ, എത്രയോ വലിയ ശാസ്ത്രജ്ഞർ, അധ്യാപകർ, വക്കീലന്മാർ ഉൾപ്പെടെ ഈ സ്കൂളിന്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് ഇത്രയും വലിയ പ്രൗഢഗംഭീരമായ ഒരു സരസ്വതി ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് മനോഹരം മുഴുവൻ അറിയിക്കേണ്ട ബാധ്യതയാണ്. ഇവരിപ്പോ ഒരു ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലില് there is a big meeting going on that is known as Antarctic Treaty Consultative Meeting. അതായത് അന്റാർട്ടിക്കില് what kind of research countries should do, what are the concerns about Antarctica, what are the future plans, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു 58-60 രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിൻ ഡെലിഗേറ്റ്സ് അവിടെയുണ്ട്. ബിഗ് പീപ്പിൾ, US and so many countries. I said 58 different countries means that's a big number of countries. അത്രയും ആൾക്കാർ അവിടെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് they find time, they are very busy. They found time to come to our school. This is my school also, so that's why I say our school. They found time to come to the school just to motivate the students by giving award to Jeevan. അതുപോലെ തന്നെ ജീവനെ പോലെ മിടുക്കരായ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും പലതരത്തിലുള്ള മികവുണ്ട്, എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല. പീപ്പിൾ ആർ ഡിഫറെന്റ്. യു ഹാവ് എ സ്കിൽ, ദാറ്റ് പേഴ്സൺ ഹാസ് ഗോട്ട് എ ഡിഫറെന്റ് സ്കിൽ, ബട്ട് എവരിബഡി ഹാസ് സം ഓർ അതർ സ്കിൽ. വളരെ നല്ല ഒരു ദിവസമാണ്. ഈ ചടങ്ങ് വളരെ നന്നായി തന്നെ നമുക്ക് ഇവിടെ നടത്താൻ കഴിഞ്ഞു. എല്ലാവരെയും ഞാൻ അധികം സംസാരിക്കില്ല, കാരണം നമ്മൾ വൈകിയ വേളയിൽ നിങ്ങളെല്ലാവരും നേരത്തെ ഇരുന്ന് നേരത്തെ ചടങ്ങ് ഏറ്റവും ലാസ്റ്റ് ഞാൻ അധികം സംസാരിക്കുന്നത് എല്ലാവർക്കും, വിജയിച്ച കുട്ടികൾക്കും നമുക്ക് സ്പോൺസർ ചെയ്തവർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. Which is the largest continent, one of the largest continent, which is the highest continent. So the average height from sea level is around 2,500 meters. And then it is the coldest continent. Can you imagine the temperature in Antarctic? It is minus 91 degrees Celsius. Earlier it was minus 89. Now people have recorded it as minus 91 degrees Celsius. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗോശ്രീ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ന്യൂസുകൾ എപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്. പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.